ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു പിസ്സ ചെയ്താലോ? പെട്ടെന്നൊരു പിസ്സയൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു ഇൻസ്റ്റൻറ്റ് ചിക്കൻ പിസ്സ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓവനൊന്നും വേണമെന്നില്ല, തലേന്നേ മാവ് തയ്യാറാക്കി വെക്കണമെന്നില്ല. നമ്മൾ സാധാ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന തവയിൽ വളരെ എളുപ്പത്തിൽ സ്റ്റൗ ടോപ്പിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അല്ലേ. ആദ്യം നമ്മൾക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒഴികെ ഏത് ഓയിലും യൂസ് ചെയ്യാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു ക്ലീൻ ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓയിൽ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ മിക്സ് ചേർത്ത് നല്ല പോലെ ഒന്ന് ക്രംപിൾ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല പോലെ ക്രംപിൾ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ മാവ് പോലെയല്ല വേണ്ടത്, നമുക്ക് നല്ല ഇങ്ങനെ റണ്ണി ആയിട്ടുള്ള നല്ല ലൂസായിട്ടുള്ള ഡോ ആണ് വേണ്ടത്. ഇതുപോലെ നല്ല റണ്ണി ഡോ ആണ് വേണ്ടത്. കുറച്ചൊരു മെസ്സി പണിയാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പിസ്സ ബേസിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടൂ. ഇല്ലെങ്കിൽ നമ്മൾ സാധാ ചപ്പാത്തി പോലെ ആയിപ്പോവും ബേസ്. അപ്പം ഇതുപോലെ തന്നെ നല്ല റണ്ണി ഡോ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്ക് ആ പിസ്സയുടെ ടോപ്പിങ്സും പിസ്സ സോസൊക്കെ തയ്യാറാക്കുന്ന ടൈം മാത്രമേ റെസ്റ്റ് ചെയ്യേണ്ടൂ. ഒരുപാട് നേരമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു അല്പം എണ്ണ തടവി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ടോപ്പിങ്സൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തത്, തക്കാളിയുടെ ഉള്ളിലുള്ള സീഡ് കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒലീവ്സും പിന്നെ ഉള്ളിയും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒരു തവയിൽ ഒരല്പം ഓയിൽ ചേർത്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടും, കാരണം ബ്രസ്റ്റ് പീസാണ്, വളരെ ചെറിയ പീസസുമാണ്. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടും. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സെയിം പാനിൽ തന്നെ, ആ ചൂടുള്ള പാനിലേക്ക് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ആഡ് ചെയ്തൊന്ന് സോട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസിന് നല്ലൊരു ഗ്ലേസ് കിട്ടും. ഇനി ഒന്ന് അല്പം സീസണിങ്ങും ചെയ്യണം. ഒറിഗാനോവും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കുറച്ച് ഉപ്പും വെച്ചൊന്ന് സീസൺ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ടോപ്പിങ്സ് റെഡിയായി, ചിക്കനും വെജിറ്റബിളും റെഡിയായി. നമ്മുടെ മാവ് ഏകദേശം 1 മണിക്കൂറായി റെസ്റ്റ് ചെയ്യുന്നു. ഇതുപോലെ സ്റ്റിക്കി തന്നെ ആയിരിക്കണം മാവ്. ഇനി ഇതിലേക്ക് ഒരല്പം മൈദ ചേർത്ത് ഒന്ന് മാവ് ബൗളിൽ നിന്ന് എടുത്ത് നമുക്ക് വർക്ക് പ്ലേസിൽ വെച്ച് ഒന്ന് കൈകൊണ്ട് നെഡ് ചെയ്തതിന് ശേഷം, ഒരുപാട് നേരം നെഡ് ചെയ്യൊന്നും വേണ്ട, നല്ലപോലെ മൈദ വർക്ക് പ്ലേസിൽ തൂക്കുക. എന്നിട്ട് നെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് മാവ് നല്ല റണ്ണി ആയിരിക്കണം എന്ന് പറഞ്ഞത്. എങ്കിൽ മാത്രമേ നമുക്കിതുപോലെ നല്ല ഫ്രീ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. ടൈറ്റ് ആണെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം മാവ് എന്തായാലും റണ്ണി ആയിട്ട് തന്നെ വെക്കുക. എന്നിട്ട് നല്ല പോലെ മൈദ ചേർത്ത് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. ഞാനിവിടെ തിൻ ക്രസ്റ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൈ കൊണ്ട് പരത്തിയതിന് ശേഷം നമുക്കൊരു കോയിൽ വെച്ച് നല്ല തിന്നായിട്ടുള്ള പിസ്സ ബേസ് തയ്യാറാക്കിയെടുക്കാം. നന്നായി പൊടി ചേർത്ത് പരത്തണം കേട്ടോ. പരത്തിയതിന് ശേഷം നമുക്കിതുപോലെ ഫോക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. ഇത് പിസ്സ ബേസ് പൊന്തിപ്പോ, നമ്മൾ തവയിലേക്ക് ഇടുന്ന നേരം ചപ്പാത്തിയൊക്കെ പൊങ്ങിപ്പോകുന്നതുപോലെ പൊങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടായ തവയിലേക്ക് നമുക്ക് ബേസ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒരു മാക്സിമം 1 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് ഈ സൈഡും ഫോക്ക് കൊണ്ട് ഒന്ന് കുത്തിയതിന് ശേഷം നമുക്ക് ടോപ്പിംഗ് ചെയ്യാം. ആദ്യം നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ഹോം മെയ്ഡ് പിസ്സ സോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരല്പം പിസ്സ ചീസ് ആഡ് ചെയ്യാം, മൊസറല്ല ചീസ്. എന്നിട്ട് ചിക്കനും വെജീസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നല്ല പോലെ ചീസ് സ്പ്രെഡ് ചെയ്യാം. ഏറ്റവും ഫൈനലായിട്ട് ഒലീവ്സും, ബ്ലാക്ക് ഒലീവ്സും, കുറച്ച് ഒറിഗാനോവും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം. അടച്ച് വെച്ച് മിനിമം ഒരു 15 to 20 മിനിറ്റ്സ് ചെറിയ തീയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ പിസ്സ റെഡി ആയി കഴിഞ്ഞു. ചീസൊക്കെ നല്ലപോലെ മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
പിസ്സ സ്ലൈസറോ കത്തിയോ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചിക്കൻ തവ പിസ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചീസി സോസിയും അത്യാവശ്യം സ്പൈസിയും ആയിട്ടുള്ള നല്ലൊരു പിസ്സ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് കാണാം ബേസൊക്കെ വെൽ കുക്ക്ഡാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കൺട്രോളാണ്. ഫ്ലെയിം വളരെ ചെറിയ തീയിൽ മിനിമം 20 മിനിറ്റ് നല്ല സ്ലോ ആയിട്ട് ബേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ബേസ് കരിഞ്ഞു പോവും, ഉള്ളിൽ കുക്ക്ഡ് ആവില്ല, പിസ്സ അട്ടർ ഫ്ലോപ്പായി പോവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ കമൻസിലേക്ക് കൂടി അറിയിക്കുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.